ഹലോ ഗൈസ്, വീട്ടിൽ ഇന്ന് അമ്മ അച്ഛനും വന്നിട്ടുണ്ടായിരുന്നു. അപ്പം വീട്ടിൽ നമ്മുടെ കണ്ടത്തിൽ കുറച്ച് പയറൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കുറേ പറിച്ചുകൊണ്ടാണ് വന്നത്. ഈ അച്ചിങ്ങാപ്പയർ സാധാരണ നമ്മൾ തോരൻ വെക്കുകയും മെഴുക്കുവരട്ടി വെക്കുകയൊക്കെയാണ് ചെയ്യുന്നത്. ഞങ്ങൾ ചെയ്യുന്നത് ഇത് കുറച്ച് മൂത്ത് കഴിഞ്ഞാണ് ഇത് പറിക്കുന്നത്. അപ്പം നമുക്ക് ഇതുപോലെ പൊളിച്ചെടുക്കാൻ പറ്റും. അപ്പം ഒരുപാടുണ്ടെങ്കിലും ഒളിച്ചിരി പൊളിച്ച് നമുക്ക് കറി വെക്കാൻ പറ്റത്തുള്ളൂ. അപ്പം നമ്മളിത് മെഴുക്കുവരട്ടി വെക്കാനായിട്ടാണ് പൊളിച്ചെല്ലാം എടുത്ത് വൃത്തിയായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി സൗണ്ടൊന്നും നല്ലതായിട്ടായിട്ടില്ല കേട്ടോ. ഞാൻ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ പറഞ്ഞായിരുന്നല്ലോ എനിക്ക് ജലദോഷമൊക്കെ ആയിട്ട് സൗണ്ടൊക്കെ പോയിരിക്കുവാണെന്ന്. അപ്പം കഴുകിക്കൊണ്ട് വന്ന പയറിനകത്തോട്ട് ഒരു സവാള, ഒരു പച്ചമുളക്, കുറച്ച് വെളുത്തുള്ളി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല, ഉപ്പ് ഇത്രയും കൊണ്ട് ചേർത്ത് നമ്മൾ കടുക് പൊട്ടിച്ച് ഇത് ചട്ടിക്കകത്തിട്ട് നമ്മൾ വേവിക്കുവാണേ. അപ്പം വേഗണം, ഇത് കുറച്ച് വേവുള്ളതാണ്. അത് കാരണം നമ്മൾ ഈ പയറിനൊപ്പം വെള്ളം ഒഴിക്കണം. പയറിന് നേരത്തെ വെള്ളം ഒഴിച്ച് വേണം വെക്കാൻ. കറിവേപ്പിലയും കൂടി ഇടുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ഇതിനകത്ത് ഞാനൊരു കാര്യം ഇടാൻ വിട്ടുപോയിട്ടുണ്ട്, തേങ്ങാക്കൊത്ത്. നമ്മുടെ ഇറച്ചിക്കകത്തൊക്കെ തേങ്ങാക്കൊത്ത് എടുത്തില്ലേ എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഞാൻ തേങ്ങ ആഡ് ചെയ്യും കേട്ടോ. തേങ്ങ ചിരകിയല്ല, തേങ്ങ കൊത്തിയിടും. എന്നിട്ട് ഇത് മൂടി വെച്ച് ഇടയ്ക്ക് 2-3 പ്രാവശ്യം ഇളകി കൊടുക്കണം. നല്ല വേവുണ്ട് ഇതിന്. പിന്നെ നമ്മൾ ഒരു 20 മിനിറ്റൊക്കെ ആകുമ്പോൾ നല്ലതായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ പയർ. അപ്പം ഇതുപോലെ ആരെങ്കിലും വെക്കാറുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. അപ്പം ഇന്നത്തേന് ഇത്രയേ ഉള്ളൂ. ബൈ.